ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ പ്രാരംഭമായി എടുത്ത ശേഷം കർത്തൃമേശയിലേക്ക് തിരിഞ്ഞങ്ങ് പോകാൻ താല്പര്യപ്പെടുന്നു. I want to read a few portions from the Bible and go through that first before we go into the Holy Communion. ഞാൻ സാധാരണ എടുക്കാറുള്ള ഒരു തിരുവചന ഭാഗമാണ് ദൈവജനത്തിൻ്റെ അതോറിറ്റി, ദൈവജനത്തെ ദൈവം ആക്കിയിരിക്കുന്ന ദൈവിക സ്ഥിതിവിശേഷം എന്നത്. It is a message that I usually take, the authority of the believer and the situation that God has placed the church in. സഭയുടെ വിഷനായി ഇവിടെ എഴുതി വെച്ചത് കണ്ടപ്പോഴാണ് അത് ഒന്നുകൂടെ എടുത്തു പറയാം എന്ന് എനിക്ക് തോന്നി. When I saw the vision of the church written here is when I thought that I should repeat it one more time. യെശയ്യാവിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. Let's go to Isaiah chapter 42 verse 22. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെ ഈ കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയായി പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി, മടക്കിത്തരിക എന്നാരും പറയുന്നതുമില്ല. നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും? ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ചു കേൾക്കും? But this is a people robbed and spoiled. They are all of them snared in holes, and they are hid in prison houses. They are for a prey and none delivereth, for a spoil and none saith restore. ദൈവജനത്തിന്റെ ഒരു അനുഭവം ഇവിടെ യെശയ്യാവ് പറയുകയാണ്. This is the current situation of the faithful that Isaiah is mentioning. ഒന്ന്, ഈ ജനം മോഷ്ടിക്കപ്പെട്ട ജനമാണ്. Number one, this people is robbed. രണ്ട്, ഈ ജനം കവർച്ചയായ ജനം. Number two, they have been spoiled. മൂന്ന്, അവര് കബളിപ്പിക്കപ്പെട്ടവരാണ്, അവർ സ്നേഹരാണ്. Number three, they are snared in holes. നാല്, അവർ കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടവരാണ്. Number four, they have been closed in prisons. അഞ്ച്, അവരുടെ അവസ്ഥകൾ തിരിച്ചറിയുന്നവർ അവരിൽ ആരുമില്ല. Number five, no one even realizes what their situation is. ആറ്, മടക്കിത്തരിക എന്ന് പറയുവാൻ കഴിവുള്ളവൻ അവരുടെ ഇടയിലില്ല. Number six, there is not one that can say restore. ഏതാണ്ട് 6 കൂട്ടം കാര്യങ്ങളാണ് ജനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. About 6 different descriptions about the people. ഒന്ന്, അവർ മോഷ്ടിക്കപ്പെട്ടു. Number one, they have been robbed. ഈ വാക്കുകൾ ഞാൻ പലപ്പോഴും വിശദീകരിക്കാറുണ്ട്, ഒരു പ്രാവശ്യം കൂടെ തൊടാൻ ആഗ്രഹിക്കുന്നു. I have described this topic many times. I want to go over it one more time. ഞാൻ ഒരു ഉദാഹരണം സാധാരണ ഉപയോഗിക്കുന്നത് ഇന്ന് ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ. Let me repeat an example that I commonly use. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കുറച്ച് പണം എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചു. Let's say I had put some money in my pocket and I left the ഒരു കടയിൽ കയറി സാധനങ്ങൾ വാങ്ങി. I went into a shop to buy something. ബില്ല് പേ ചെയ്യാൻ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് എൻ്റെ പോക്കറ്റിൽ പണമില്ല. When I went to pay the bill is when I realized the money is no longer in my pocket. ഞാൻ ആകെ ഭയന്നു പോയി, ഞാൻ എങ്ങനെ ബില്ല് പേ ചെയ്യും? I was terrified. How am I now going to pay the bill? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പോക്കറ്റിൽ പണം ഉണ്ടായിരുന്നു. When I left my house, the money was definitely in my pocket. ഇപ്പോഴത് അവിടെ ഇല്ല. But now it's no longer there. എനിക്ക് എന്തു പറ്റി? വഴിയിൽ ഞാൻ മോഷ്ടിക്കപ്പെട്ടു. What happened to me? I was robbed on the way. എൻ്റെ പണം ആരെടുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I do not know who took my money. എവിടെയോ നഷ്ടമായി, എവിടെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. The money was lost somewhere. I don't know where. നേരത്തെ എനിക്ക് ഉണ്ടായിരുന്നത് ഇന്ന് എൻ്റെ കയ്യിലില്ല. What I had before, today I do not have it anymore. ഞാൻ മോഷ്ടിക്കപ്പെട്ടവനാണ്. That means I am robbed. നമ്മൾ അനേകരും മോഷ്ടിക്കപ്പെട്ടവരാണ്. Many of us have been robbed. ഒരു സമയത്ത് എന്നിലുണ്ടായിരുന്ന സമാധാനം ഇന്ന് എന്നിലില്ല. Today, as the peace I had before, I do not have it today. ഒരു കാലത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന യൂണിറ്റി ഇന്ന് അവിടെ ഇല്ല. The unity that I had in my family before, I do not have it anymore. എൻ്റെ സന്തോഷം എവിടെയോ നഷ്ടമായി. The joy that I had has been lost. ആര് കൊണ്ടുപോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I do not know who took it. I don't know where it went. ഞാൻ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. But I am robbed. ഇന്ന് പകൽ മോഷ്ടിക്കപ്പെട്ടു എന്നറിയാവുന്നവർ ഇതിന്റെ നടുവിലുണ്ട്. Today there are people here who realize that they have been robbed. രണ്ട്, ഞാൻ കവർച്ചയായി പോയി. Number two, they have been spoiled. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ പണം ഉണ്ടായി. Today morning when I left my house, I had the money in my pocket. പക്ഷേ വഴിയിൽ എന്നെക്കാൾ ശക്തനായ ഒരുവൻ എന്നെ കണ്ടുമുട്ടി. But on the way, someone stronger than me I met. അവൻ എന്നെ പിടിച്ചു നിർത്തി എൻ്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തു. They stopped me and forcefully grabbed the money from me. എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ്, ആര് കൊണ്ടുപോയി എന്ന് എനിക്കറിയാം. They forcefully took it. I know exactly who took it. എവിടെ വെച്ചാണ് ഇത് കൊണ്ടുപോയതെന്ന് എനിക്കറിയാം. I know the place where they took it. പക്ഷേ എനിക്ക് പ്രതികരിക്കാൻ നിവൃത്തിയില്ല, തിരികെ പിടിക്കുവാൻ ആരോഗ്യമില്ല. But I cannot respond. I do not have the strength to respond. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അകലുന്നത് എനിക്കറിയാം. I know relationships between wife and husband being stretched. മക്കളും മാതാപിതാക്കളുമായുള്ള ബന്ധം അന്യമാകുന്നത് എനിക്കറിയാം. I know relationship between parents and children that are being spoiled. എവിടെയാണ് പ്രശ്നമെന്ന് എനിക്കറിയാം. I know where the problem is. പക്ഷേ തിരികെ പിടിക്കുവാനുള്ള ബലം എനിക്കില്ല, ഞാൻ കവർച്ചയായി പോയി. But I do not have the strength to recover it and to take it back. മൂന്ന്, ഞാൻ കബളിപ്പിക്കപ്പെട്ടു. Number three, I have been tricked. നല്ല ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. I left for the right
right reason. അധികം ലഭിക്കും എന്നൊരു താല്പര്യത്തിലാണ് ഞാൻ ഇറങ്ങിയത്. I left the house knowing that I would get something in return today. എന്ന വഴിയിൽ ഇവിടെയോ വെച്ച് ഞാൻ അപഹരിക്കാൻ കൊള്ളയായി പോയി ആരോ എന്നെ കളിപ്പിച്ചു കൊണ്ടുപോയി. But when on the way somebody stole from me and somebody robbed me. ആര് കൊണ്ടുപോയി എന്ന് എനിക്കറിയാം. I know who took it from me. എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. I know where they took it. എനിക്ക് ബലമുണ്ടെങ്കിലും തിരിച്ചു കിട്ടുവാൻ സാധ്യതയില്ല. ഞാൻ കബളിപ്പിക്കപ്പെട്ടു. I do not have the strength to respond. I have been tricked. I have been snared. നാല് ഒടുവിലായി എല്ലാത്തിനെയും ഒരുമിച്ച് സാത്താൻ കാരാഗൃഹത്തിൽ അടച്ചു. Number 4, Satan has enclosed them within prison. മോഷ്ടിക്കപ്പെട്ടതുപോലും കവർച്ചയായതുപോലും സ്നേഹ ഔട്ട് ചെയ്തതുപോലും എല്ലാത്തിനെയും ഒരുമിച്ച് സാത്താൻ ഒരൊറ്റ കാരാഗൃഹത്തിലാക്കി അടച്ചു പൂട്ടി. The people that were robbed, the people that were spoiled, the people that were snared, all together they have been closed in prison. വെളിയിൽ വരുവാൻ എനിക്ക് കഴിവില്ല. They cannot come out. 5 എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരാളിനെ പോലും എനിക്ക് ഉദ്ദേശിക്കുവാൻ കഴിയുന്നില്ല. Number 5, I do not know anyone that can deliver me. മടക്കി തരിക എന്ന് പറയുവാൻ കഴിവുള്ള ഒരുവൻ എന്റെ കൂട്ടത്തിൽ ഇല്ല. There is no one among us that can say restore. ഈ കാരാഗൃഹത്തിൽ തുടരുകയല്ലാതെ എനിക്ക് മാർഗമില്ല. There is no other option other than to remain in this prison. എന്നാൽ ദൈവത്തിന് ഒരു കാര്യം പറയാനുണ്ട്. But there is one thing that God has to say. 41-21 വരുമ്പോൾ when we go to chapter 41 verse 21. നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവീൻ എന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പീൻ എന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു. ദൈവത്തിന് ഒരു അരുളപ്പാടുണ്ട്. നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരിക. God is saying, bring forth your strong reason. നിങ്ങളുടെ ഇടയിൽ ഒരൊറ്റയാൾ പോലും വീണ്ടെടുത്ത് തരുവാനുള്ളവരില്ല. There is not one among you that can deliver. നിങ്ങളുടെ ഇടയിൽ മടക്കി തരിക എന്ന് പറയുവാൻ കഴിവുള്ളവരില്ല. There is no one among you that can say restore. അതുകൊണ്ട് നിങ്ങളുടെ വ്യവഹാരം എന്റെ അടുക്കൽ കൊണ്ടുവരിക. So produce your cause to me. നിങ്ങളുടെ തെളിവായ ന്യായങ്ങളെ എന്നോട് പറയുക. Bring your strong reasons to me. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വ്യവഹരിക്കാം. I will reason for you. യാക്കോബിന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പോരാടാം. The God of Jacob will work for you. നിങ്ങൾക്ക് തരുവാൻ എന്നെ കൊണ്ട് കഴിയും. എനിക്ക് സാധിക്കും. I can bring back to you. It is possible for me. നമ്മുടെ വ്യവഹാരം ദൈവസന്നിധിയിൽ നമുക്ക് കൊണ്ടുവരാം. Let us bring our cause to God today. കർത്താവേ, ഞാൻ അങ്ങയെ വിശ്വസിച്ചാണ് ഇറങ്ങിയത്. Lord, I put my trust in you when I set forth. അങ്ങയെ വിശ്വസിച്ചാണ് ഞാൻ നടക്കുന്നത്. I am walking putting my trust in you. ഞാൻ ആകെ പ്രശ്നത്തിലായി കാരാഗൃഹത്തിൽ പൂട്ടപ്പെട്ടിരിക്കുന്നു. Today I am in trouble. I am closed within prison. എന്നെ വിടുവിപ്പാൻ കഴിയുന്നവൻ ആരുമില്ല. There is no one that can deliver me. അങ്ങയുടെ അടുക്കൽ വരണമേ, അങ്ങനെ രക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. Can you come near me? Can you deliver me? Can you ask God? വിശ്വസിച്ചാണ് ഇറങ്ങി തിരിച്ചത്. I put my trust in you when I set forth. ചുവടുകൾ നിന്റെ കാൽപാദങ്ങളിൽ മാത്രമായിരുന്നു. Let my footsteps be at your footstep only. അങ്ങയുടെ വചനം വിട്ട് ഞാൻ മാറിയിട്ടില്ല. I have not left your word. എന്റെ വ്യവഹാരം ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. I am bringing my cause to you, Lord. ന്യായങ്ങളെ ഞാൻ ദൈവം മുമ്പിൽ കാണിക്കുകയാണ്. I am putting my just reasons before you. മാത്രം വിശ്വസിച്ചാണ് ഞാൻ ഇതുവരെ നടന്നത്. It is only you I trusted so far. അങ്ങനെ വീണ്ടെടുക്കണമേ. You need to deliver me, Lord. 51-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിലേക്ക് വേഗത്തിൽ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Let's go to chapter 51 verse 9. 59-ന്റെ 1-ാമത്തെ വാക്യം. യെശയ്യാ 59-1-9. Verse 59 chapter 59 verse 1. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്ത് പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനകൾ ദൈവം മുമ്പിൽ പറയുകയാണ്. When I'm praying, I'm putting my needs before God. യഹോവയുടെ ഭുജമേ ഉണരുക. 51:9. Chapter 51 verse 9. Awake, awake, put on strength, O arm of the Lord. എന്റെ ദൈവമേ, ദൈവമാണ് പറഞ്ഞത് എന്നെ രക്ഷിക്കാമെന്ന്. Lord, you are the one who said you will deliver me. എന്റെ ന്യായങ്ങൾ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടത് അങ്ങാണ്. You are the one who asked me to bring my cause. ഇപ്പോൾ യഹോവയുടെ ഭുജമേ ഒന്ന് ഉണർന്നു വരിക. O arm of Lord, will you awake? അങ്ങല്ലേ രഹബിനെ വെട്ടിയത്, അങ്ങല്ലേ മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത്. Is it not you that had cut Rahab, and is it not you that wounded the dragon? എന്ന് പറഞ്ഞാൽ മിസ്രയീമിനെ നശിപ്പിച്ചത് അങ്ങല്ലേ. That means isn't you that destroyed Israel? അവിടുത്തെ ഫറവോനെ നശിപ്പിച്ചത് നീയല്ലേ. Isn't it you that destroyed Egypt? Pharaoh. അതുകൊണ്ട് എന്നെ കൂടെ വിടുവിക്കേണ്ടതിന് യഹോവയുടെ ഭുജമേ ഉണരണമേ. So to deliver me also, arm of Lord, would you awake? ശക്തിയേറിയ ഒരു കൈയാണ് എന്നെ കാരാഗൃഹത്തിൽ പൂട്ടിയിരിക്കുന്നത്. It is a strong arm that has bound me in prison. ഇസ്രായേൽ മിസ്രയീമിൽ പൂട്ടപ്പെട്ടതുപോലെ ഞാൻ ഇതാ കാരാഗൃഹത്തിലായിരിക്കുന്നു. Just like Israel was prisoned within Egypt, I am prisoned now. എന്നെ വിടുവിക്കേണ്ടതിന് യഹോവയുടെ ഭുജം ഒന്ന് ഉണരണം. Arm of Lord, will you awake to deliver me? പണ്ടത്തെ കാലത്തെ പോലെ ശക്തിയും ബലവും ധരിക്കണം. Take up strength like in the old days.
days. ദൈവമേ നീ ചെയ്ത പഴയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. We remember the old ancient things that you did. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് അറിയാം. We know the things that you did for our forefathers. കൈയുടെ കഴിവുകൾ കുറഞ്ഞിട്ടില്ല. That the strength of the arm has not decreased. കേൾപ്പാൻ കഴിയാതെ യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല. The ear of the Lord is not shortened to hear. പ്രവർത്തിപ്പാൻ കഴിയാത്തതുപോലെ ഞങ്ങളുടെ കൈ കുറുകിയിട്ടില്ല. Your hand has not shortened that it cannot work anymore. പിതാക്കന്മാർക്ക് വേണ്ടി എഴുന്നേറ്റ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. Oh God, who rose for our forefathers, please arise for us. ഇന്ന് നമ്മുടെ പ്രാർത്ഥന അതായി മാറുമ്പോൾ When our prayer becomes such today, ദൈവത്തിന് വീണ്ടും ഒരു മറുപടി പറയുവാനുണ്ട്. something else to say. 49-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. Chapter 49 verse 8. 49:8. Chapter 49 verse 8. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവീനെന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരുടെ വെളിയിൽ വരുവീനെന്നും പറവാനും ഞാൻ നിന്നെ കാത്തു. യഹോവയ്ക്ക് അരുളി ചെയ്യുവാനുള്ളത് ഞാൻ നിന്നെ ശക്തീകരിക്കുകയാണ്. God is saying that I will strengthen you. യഹോവയുടെ ഭുജമേ ഉണരുക എന്ന് നീ പ്രാർത്ഥിച്ചല്ലോ. You have prayed, O arm of God, arise. ഞാൻ നിന്നെ തന്നെ എന്റെ ഭുജമാക്കി മാറ്റാൻ പോകുകയാണ്. I am going to make you my arm. ആരെങ്കിലും ഒരു വ്യക്തി എന്റെ കയ്യിൽ നിന്നാൽ ആ വ്യക്തിയെ വേണം എനിക്ക് ഉപയോഗിക്കുവാൻ. If somebody stands for me, I need to use that person. ആകയാൽ നീ എനിക്ക് വേണ്ടി നിൽക്കൂ, ഞാൻ നിന്നെ തന്നെ ഉപയോഗിക്കട്ടെ. So stand for me and you yourself. യെശയ്യാവ് പ്രാർത്ഥിക്കുകയാണ്, യഹോവയുടെ ഭുജമേ ഉണരുക. Isaiah is praying, O arm of God, arise. ദൈവത്തിന് പറയാനുള്ളത്, യെശയ്യാവേ നീയാണ് എന്റെ ഭുജം, ഞാൻ നിന്നെ ശക്തീകരിക്കാൻ പോകുകയാണ്. The Lord is replying, you are my arm, I am going to strengthen you. ഞാൻ പ്രസാദകാലത്ത് നിനക്ക് ഉത്തരമരുളുകയാണ്. I am going to answer you in the day of acceptance. നീ ദീർഘകാലം പ്രാർത്ഥിച്ചു, ഞാൻ മറുപടി പറഞ്ഞില്ല. You have prayed for a long time, I did not answer you. യെശയ്യാവേ അങ്ങ് നിരാശപ്പെട്ടു പോയി, പക്ഷേ ഞാൻ ഇതുവരെയും മറുപടി പറഞ്ഞില്ല. I know you have grown weary, but I did not give you an answer so far. ഓരോന്നിനും എനിക്കൊരു സമയമുണ്ട്. But everything has an accepted time. പ്രസാദകാലമാകുകയാണ്. Because it is the acceptable time of God. ദൈവത്തിന്റെ സമയമാകുകയാണ്. It is because it's the time of God. യെശയ്യാവേ ഞാൻ അങ്ങയെ ശക്തീകരിക്കാൻ പോകുകയാണ്. Isaiah, I am going to strengthen you. എന്റെ വീട്ടിയ ഭുജം കൊണ്ട് ഞാൻ അങ്ങയെ ഉയർത്തുവാൻ പോകുകയാണ്. I am going to make you rise with my lengthened hand. നിന്റെ കൈ കൊണ്ട് അത്ഭുതം ചെയ്യേണ്ടതിന്, So that you might do miracles through your hand. ഞാൻ ചില വീര്യപ്രവൃത്തികൾ നീ മുഖേന ചെയ്യേണ്ടതിന്, Do this so that you might do signs through me. യെശയ്യാവേ എന്റെ മുമ്പിൽ ഉണരുക. Isaiah, rise. ഞാൻ പ്രസാദകാലത്ത് നിനക്ക് ഉത്തരമരുളും. I will answer you in the acceptable time. രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. In the day of salvation, I'll help thee. നിന്നെ ഞാൻ വെളിയിൽ കൊണ്ടുവരുമെന്ന് മാത്രമല്ല, Not that just that I'll bring you out. നഷ്ടമായി പോയതിന്റെ അവകാശത്തെ ഇവിടെ ഞാൻ വിടുവിക്കാൻ പോകുകയാണ്. I am going to deliver even that's promised to you. ശൂന്യമായി കിടക്കുന്നതിലെ അവകാശങ്ങളെ എനിക്ക് തിരികെ കൊണ്ടുവരുവാനുണ്ട്. There are desolate heritages that I need to restore. ഒരുപാട് അവകാശങ്ങൾ ശൂന്യമായി കിടക്കുകയാണ്. Many heritages are currently desolate. മഞ്ഞും മഴയും പെയ്യാതെയും കൃഷി നടക്കാതെയും ഫലം പുറപ്പെടുവിക്കാതെയും അനേക അവകാശ ഭൂമികൾ തരിശായി കിടക്കുമ്പോൾ, Many lands are now barren because there is no rain or mist. Those are all lying desolate. ദൈവത്തിന് ജനത്തിന് ദൈവം തന്നിരിക്കുന്ന പട്ടണങ്ങൾ ശൂന്യമായി കിടക്കവേ, Just like the towns are desolate that God has given to his people. എനിക്കിതിനെ ഉദ്ധരിച്ചെടുക്കുവാനുണ്ട്. I need to deliver it. ഈ പട്ടണങ്ങളിൽ കൃഷി നടക്കേണ്ടതുണ്ട്. There is a harvest that is needed in this town. ആത്മവാരിയുടെ പെയ്യേണ്ടതുണ്ട്. There is a spiritual rain that needs to come upon the city. ആത്മീയ വിത്ത് ഇവിടെ വിതയ്ക്കപ്പെടേണ്ടതുണ്ട്. There is a spiritual seed that needs to be sown. ഇവിടെ നിന്നൊരു പുതിയ മുള എഴുന്നേറ്റ് വരേണ്ടതുണ്ട്. There is a new shoot that needs to come up. യെശയ്യാവേ എനിക്ക് അങ്ങയെ ശക്തീകരിപ്പാനുണ്ട്. Isaiah, I need to strengthen you. എനിക്ക് അങ്ങയെ ബലപ്പെടുത്തി ശൂന്യമായ അവകാശങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതുണ്ട്. I need to strengthen you that you might restore the desolate heritages. ഇന്നു മുതൽ ചുറ്റുവട്ടങ്ങളിലായി കിടക്കുന്ന ശൂന്യ അവകാശങ്ങൾ എഴുന്നേറ്റ് വരുവാൻ യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ആജ്ഞാപിക്കട്ടെ. Let the church proclaim in the name of Jesus that the desolate heritages around you might arise. ദൈവം സഭയെ ഏൽപ്പിച്ച അവകാശങ്ങൾ ഇതാ ശൂന്യമായി കിടക്കുന്നു. Many heritages that have given to the church are desolate. ശൂന്യമായി കിടക്കുന്ന കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. Let families that are currently desolate, let it be arise. അത് ദൈവജനത്തിന്റെ അവകാശമാകയാൽ ചേർത്ത് പണിയപ്പെടട്ടെ. Because it is the heritage of the people of God, let it happen. ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ
ഉയർത്തിയെടുക്കേണ്ടതിന്, so that the desolate heritages might be awakened, അതിനെ കൈവശമാക്കി എടുക്കേണ്ടതിനും, so that they might take possession of it, ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങി പോയിക്കൊള്ളുവീൻ എന്ന് പറയേണ്ടതിന്, so that those that are imprisoned, that somebody might command that they be released, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ചിലതിനോട് വെളിയിൽ വരിക എന്ന് പറയേണ്ടതിന്, so that the prisoners might be told to come out. ഇന്ന് ഇറങ്ങി വരുവാൻ നിവൃത്തിയില്ലാത്ത ചിലർ ഇറങ്ങി വരേണ്ടതിന്, People who are unable to come out today, that somebody might command them to come out. യെശയ്യാവേ, അങ്ങയുടെ വായിൽ ഞാനൊരു കൽപ്പന ശബ്ദം വരികയാണ്. Isaiah, I'm giving you a commandment on your tongue. അങ്ങൊരിക്കൽ നിന്റെ അധരത്തെ ഞാൻ എന്റെ സ്വർഗത്തിലെ കനൽ കൊണ്ട് ശുദ്ധീകരിച്ചെങ്കിൽ, If I had cleansed your lips at one time, നിന്റെ നാവിനെ ഞാൻ ശക്തീകരിച്ചെങ്കിൽ, if I have strengthened your tongue, ഇന്ന് ചിലർ എനിക്ക് വേണ്ടി വിളിച്ചു പറയുക, today can you call out in my name? എന്റെ വചനം നിഷ്ഫലമാകയില്ല, അത് മടങ്ങി വരും. My word will not go in vain, it will come back. ആകാശത്തുനിന്ന് പെയ്ത മഴ ഒരിക്കലും വൃഥാ മടങ്ങി വരാത്തതുപോലെ, Just like the rain from the skies never goes back in. ഞാൻ അയച്ച കാര്യം സാധിച്ചു വരുന്നത് പോലെ, What I send will happen. ഭക്ഷിപ്പാൻ ആഹാരം കൊണ്ടുവരുന്നത് പോലെ, Just like it brings back food to eat, വിളവുകൾ കൊണ്ടുവരുന്നത് പോലെ, just like it brings back a harvest. എന്റെ വിശുദ്ധീകരണം ലഭിച്ച നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളായിരിക്കും. My words that proceed from my mouth will make it happen. അത് വൃഥാ മടങ്ങി വരികയില്ല. It will not come back futile. ആകയാൽ ശൂന്യമായ അവകാശങ്ങളെ മടങ്ങി വരിക. Therefore desolate heritages come back. ചേർത്ത് പണിയപ്പെടേണ്ടവേ ചേർത്ത് പണിയപ്പെടുക. Things that need to be built together, let it be built together. തകർന്ന ഭവനങ്ങളെ മടങ്ങി വരിക. Houses that have been destroyed come back. തകർന്ന അനുഭവങ്ങളെ മടങ്ങി വരിക. Situations that are broken come back. നഷ്ടമായ അവസ്ഥ അനുഭവങ്ങളെ മടങ്ങി വരിക. Lost situations come back. ദൈവത്തിന്റെ സഭയെ ആരാധിക്കേണ്ടതിന്, So that the church might worship. ദൈവജനം ആനന്ദിക്കേണ്ടതിന്, So that the church might rejoice. ബന്ധിക്കപ്പെട്ട പലതും അഴിച്ചുവിടപ്പെടട്ടെ. Let the bound things be released. പിശാചിന്റെ കാരാഗൃഹത്തിൽ കിടക്കുന്നത് വെളിയിൽ വരട്ടെ. Let those that are imprisoned by Satan come forth. പൈശാചിക വ്യാപാരങ്ങൾ തകരട്ടെ. Let the bondages of Satan be broken. ഇന്ന് വരെ ചില പുതുമകൾ ദൈവം ഇവിടെ ചെയ്യട്ടെ. Let that renewal happen today. ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങി പോയിക്കൊള്ളുവീനെന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവീനെന്നും പറവാൻ ഞാൻ നിന്നെ കാത്തു, നിന്നെ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. I will preserve thee and give thee a covenant of the people to establish the earth, to cause to inherit the desolate heritages, that thou mayest say to the prisoners, go forth, and to them that are in darkness, shew yourselves. വിശുദ്ധീകരിക്കപ്പെട്ട യെശയ്യാവിന്റെ നാവ് കൊണ്ട് ചിലത് വിളിച്ചു പറഞ്ഞാൽ, The tongue of Isaiah that has been purified to command. ആ അധരങ്ങൾ കൊണ്ട് അത് വിളിച്ചു പറഞ്ഞാൽ, To command with those lips. ഞാൻ നിന്നെ ജനത്തിന്റെ നിയമമാക്കിയിരിക്കയാൽ ഇത് സംഭവിച്ചേ മതിയാകും. I will make those words a covenant, and it will happen for sure. ജനത്തിന്റെ മേൽ അധികാരമുള്ളവൻ പറയുന്നത് പോലെ, Just like the one who has authority command. ഈ സ്റ്റേറ്റിന്റെ ഗവർണർ ഒരു കാര്യം അരുളി ചെയ്താൽ ഇത് സംഭവിച്ചിരിക്കും. If the governor of the state makes a declaration, it will happen. ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു കാര്യം കൽപ്പിച്ചാൽ ഇത് സംഭവിച്ചിരിക്കും. If the president of this nation makes a declaration, it will ഞാൻ happen. നിന്നെ എന്റെ ജനത്തിന് നിയമമാക്കുകയാണ്. I am making you a covenant for your people. നിന്റെ നാവുകളെ ഞാൻ ശക്തീകരിക്കുകയാണ്. I will strengthen your tongue. യെശയ്യാവ് പ്രാർത്ഥിച്ച യഹോവയുടെ ഭുജമേ ഉണരുക. Isaiah prayed, arm of God, arise. ഞങ്ങളുടെ പിതാക്കന്മാരെ രക്ഷിച്ചതുപോലെ ഞങ്ങളെ രക്ഷിക്കുക. Just like you delivered our forefathers, deliver us. ദൈവത്തിന് പരമാവധി നിങ്ങളുടെ പിതാക്കന്മാരെ രക്ഷിക്കേണ്ടതിന് ഞാൻ അന്ന് ഒരു മോശയെ ഉപയോഗിച്ചെങ്കിൽ, God is saying to deliver your forefathers, I awakened Moses. ഇന്ന് അങ്ങയെയാണ് എഴുന്നേൽപ്പിക്കുന്നത്. Today I am making you to rise. അതുകൊണ്ട് യെശയ്യാവേ നിന്റെ ശബ്ദം കാഹളം പോലെ ഉയർത്തുക. So Isaiah raised your voice like a trumpet. ഇന്ന് രാത്രി എന്റെ ജനത്തോട് വിളിച്ചു പറയുക, Tonight declare to the people, എന്റെ ജനം എഴുന്നേറ്റ് വരട്ടെ. let the people arise. അസ്ഥിക്കുമ്പാരങ്ങളുടെ നടുവിലേക്ക് ഒരു പ്രവാചകനെ ദൈവം ഒരിക്കൽ അയച്ചതുപോലെ, Just like a prophet was sent into the land bones, ദൈവ ശബ്ദം ഒന്ന് വിളിച്ചു പറയേണ്ടതിന്, so that he might declare the word of God. അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുക. Oh bones, hear the word. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം അയക്കും. So that you might live, I will send your breath on you. എന്റെ ശ്വാസം വെറുതെ വരികയില്ല. The breath will not come back void. എന്റെ വാക്കുകൾ വൃഥാവാകയില്ല. The word will not come back void. ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കേണ്ടതിന്റെ വചനം ഞാൻ അയക്കുകയാണ്. So that these dry bones might live, I am sending my word. യെശയ്യാവേ അത് വിളിച്ചു പറയേണ്ടത് അങ്ങയുടെ നാവ് കൊണ്ടാണ്. Isaiah, but you need to declare with your tongue. യെശയ്യാവേ അത് വിളിച്ചു പറയേണ്ടത് അങ്ങയുടെ അധരങ്ങൾ കൊണ്ടാണ്. Isaiah, you need to declare it with your lips. ഇന്ന് അത് വിളിച്ചു പറയുന്നുവെങ്കിൽ ദൈവം അത് ചെയ്തു വരട്ടെ. If you will declare it today, it will happen. 49 അധ്യായത്തിന്റെ 24 വാക്യം കൂടെ നമുക്ക് വായിക്കാം. Chapter 49 verse 24. 49:24
ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? ബലവാനോട് മറിക്കരുത്. ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? അല്ല, നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാം. നിഷ്കണ്ടകന്റെ അല്ലെങ്കിൽ ശക്തനായവന്റെ wicked one അവന്റെ കയ്യിൽ നിന്ന് അവന്റെ കവർച്ചയെ വിടുവിച്ചെടുക്കാമോ? എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വായിച്ചു. ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടകന്റെ കവർച്ചയെയും വിടുവിക്കാം. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും എന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. മനുഷ്യനായ അസാധ്യമായ ചിലതുണ്ട്. There are things that are impossible for men. ബലവാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ ബലഹീനന് കഴിയുകയില്ല. To take back from the mighty, the weak cannot do it. നിഷ്കണ്ടകന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുകയില്ല. It is impossible to deliver the captive from the terrible one. പക്ഷെങ്കിൽ യഹോവയ്ക്ക് അരുളി ചെയ്യുവാനുണ്ട്. But there is one thing that the Lord is commanding. ബലവാന്റെ കവർച്ചയെ തിരികെ പിടിക്കാം. To even the captives of mighty might be taken away. നിഷ്കണ്ടകന്റെ കയ്യിലുള്ളതിനെ തിരികെ പിടിക്കാം. And the prey of the terrible shall be delivered. യേശുവിന്റെ നാമത്തിൽ നഷ്ടമായത് മടങ്ങി വരുവാൻ. In the name of Jesus, that was lost might return. ബലവാന്മാർ പിടിച്ചെടുത്തത് യേശുവിന്റെ നാമത്തിൽ തിരികെ വരുവാൻ. The one the mighty has stolen, let the men might be taken back. നിഷ്കണ്ടകന്മാർ കൊണ്ടുപോയത് യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരുവാൻ. What the terrible has taken, that in the name of Jesus might be returned. എഴുന്നേറ്റേ മതിയാകൂ. Lord, you need to arise. ദൈവമെന്നെ എഴുന്നേൽപ്പിച്ചേ മതിയാകൂ. Lord, you need to make me to rise. ഞാൻ നിന്നെ സഹായിക്കും. The Lord is saying, I will help you. അങ്ങ് ബലഹീനനാണെങ്കിൽ ഞാൻ അങ്ങയെ സഹായിക്കാൻ പോവുകയാണ്. Even though you are weak, I am going to strengthen you. എന്റെ വലത്തുഭാഗത്ത് എനിക്ക് തുണ, എനിക്കെതിരെ നിൽക്കുവാൻ ആർക്ക് കഴിയും? The Lord is the strength on my right side. Who could stand against me? ഞാൻ നിന്നെ ശക്തീകരിക്കും. I will strengthen you. എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. I will hold you in my righteous right hand. നിന്നോട് പോരാടുന്നവർ ശൂന്യവും നാസ്തിത്വവുമായി മാറും. Those that contend against you will become void and desolate. ദൈവത്തിനുള്ള ജനത്തെ വിടുവിപ്പാനുണ്ട്. God has to deliver his people. ദൈവത്തിന്റെ ജനത്തെ ഉദ്ധരിച്ചുയർത്തുവാനുണ്ട്. God has to deliver his people and make them to rise. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. In the name of Jesus, let it happen. യഹോവയുടെ ഭുജമേ ഉയരുക, ഉണരുക. Arm of God, awake, awake. ഇന്ന് മുതൽ ദൈവത്തിന് പറയുവാനുണ്ട്, അതേ യെശയ്യാവേ ഉണരുക. That today God has to say, yes, Isaiah, rise up. പണ്ടൊരിക്കൽ മോശയുടെ കരങ്ങളിലായിരുന്നു. Yes, yesterday it was in the hands of Moses. യോശുവ എന്റെ കയ്യിലായിരുന്നു. Joshua is in my hand. യെശയ്യാവേ ഇന്ന് അങ്ങ് എന്റെ കയ്യിലാണ്. Isaiah, today you are in my hands. എന്റെ വചനങ്ങളെ ഞാൻ നിന്റെ നാവിന്മേലാക്കി. I have put my word on your tongue. എന്റെ അധരങ്ങൾ നിന്റെ അധരങ്ങളെ ഞാൻ ശുദ്ധീകരിച്ചു. I have cleansed your lips. യെരമ്യാവേ എന്റെ അധരങ്ങൾ എന്റെ വചനങ്ങളെ ഞാൻ അങ്ങയുടെ നാവിന്മേലാക്കി. Jeremiah, I have put my words on your tongue. നീ യുവാവെന്ന് നീ പറയരുത്, ബാലനെന്ന് പറയരുത്. You should not say you are a young man anymore. ആഹ്ലാദം പോലെ ശബ്ദം ഉയർത്തുക. Let your voice arise like a എന്റെ trumpet. ജനത്തെ എനിക്ക് ഉയർത്തുവാനുണ്ട്. I need to rise my people. എന്റെ ജനത്തെ എനിക്ക് ഉദ്ധരിക്കുവാനുണ്ട്. I need to deliver my people. പട്ടണങ്ങൾ പുഷ്ടി വഹിക്കേണ്ടതിന്, So that the towns might give forth fruit. കൃഷിസ്ഥലങ്ങൾ ആടുകയും പാടുകയും ചെയ്യേണ്ടതിന്, Just so that the farmlands might bring back produce. യഹോവയുടെ മഹത്വം യഹോവയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടേണ്ടതിന്, Not that the glory might be given back to God. യഹോവയുടെ ഭുജമേ ഉണരുക. Oh, arm of God, ശക്തി arise. ധരിക്കുക. So take up ഞാൻ strength. നിന്നെ ജനത്തിന് നിയമമാക്കി. You have become a covenant for your people. പുറത്തു വരിക എന്ന് ബന്ധിക്കപ്പെട്ടതിനോട് പറയുക. So that you might command the prisoners to come forth. പൂട്ടിക്കിടക്കുന്നതിനോട് വെളിയിൽ വരിക എന്ന് പറയുക. So that you might command the captives to come forth. എവിടെയെന്നറിയാതെ അന്ധകാരത്തിൽ കിടക്കുന്നവയോട് പുറത്തു വരുവാൻ ആവശ്യപ്പെടുവാൻ. Those who do not know where they are and in darkness, to ask them to come out. എനിക്ക് കണ്ടുപിടിപ്പാൻ കഴിയുന്നവർ അന്ധകാരത്തിലാണ്. You are in the darkness that nobody can find. എങ്കിലും ദൈവ ശബ്ദത്തിന് ചെല്ലാൻ കഴിയാത്ത ഒരു ഇടമില്ല. But there is nowhere that the voice of God cannot reach. വെളിച്ചമില്ലാത്തിടത്തും ശബ്ദം കയറി ചെല്ലും. Wherever light cannot reach, even sound can still reach. മക്കൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I do not know where the souls are പക്ഷേ hidden. ഞാൻ യേശുവിന്റെ നാമത്തിൽ ശബ്ദം മുഴക്കുന്നു. But I command that I make a noise in the name of God. കാണപ്പെടാതെ ഇരുളിലായ ആത്മാക്കളെ, All souls that are in darkness, യേശുവിന്റെ നാമത്തിൽ വെളിയിൽ വരിക. in the name of Jesus, come forth. യേശുവിന്റെ നാമത്തിൽ വെളിയിൽ വരിക. In the name of Jesus, come forth. യേശുവിന്റെ നാമത്തിൽ വെളിയിൽ വരിക. In the name of Jesus, come forth. പട്ടണങ്ങൾ ആർക്കുകയും പാടുകയും ചെയ്യട്ടെ. Let the cities rejoice and dance. ജനം പോയ ഇടത്തുനിന്ന് മടങ്ങി വരട്ടെ. Let the people that are lost come back. നിഷ്കമ്പകന്മാരുടെ കവർച്ച മടങ്ങി വരട്ടെ. Let the captives and the terrible come back. അനാവശ്യമായി പോയത് മടങ്ങി വരട്ടെ. What that has been spoiled, let it come back. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ In the name of Jesus, let it happen. എന്ന്
പകൽ യേശുവിനെ എന്ത് ചെയ്യുവാനുള്ളത് ചെയ്യട്ടെ. Today let God do what he desires. നമ്മൾ ദൈവനാമത്തിൽ ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. We are making a noise in the name of God. ദൈവം തന്ന അധികാരത്തിലും ആ ദൈവം തന്ന അവകാശത്തിലും അത്രയാകുന്നു. It is in the authority and the heritage that God gave us. സകല കവർച്ചകൾ മടങ്ങി വരട്ടെ. Let the captives come back. ദൈവം അനുവദിക്കുന്ന സകലതും മടങ്ങി വരട്ടെ. Let everything that God ordained come back. ദൈവത്തിനുള്ളതൊക്കെ ഒരുമിച്ച് ചേരട്ടെ. Let everything for God come together. ചിലതിനെ തമ്മിൽ കൂട്ടി വിളക്കേണ്ടതിന്, So that things might be joined together. ചിലതിനെ ആണി കൊണ്ട് ഉറപ്പിക്കേണ്ടതിന്, So that things might be nailed together. ഒരു തലമുറ എഴുന്നേറ്റ് വരേണ്ടതിന്, So that a generation might come യേശുവിന്റെ forward. നാമത്തിൽ ഞങ്ങൾ ഈ പട്ടണത്തിൽ കൽപ്പന അയക്കുകയാണ്. In the name of Jesus we command in this land. ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഞങ്ങൾ കൽപ്പന I അയക്കുകയാണ്. command over the surrounding neighborhoods. മടങ്ങി വരേണ്ടത് മടങ്ങി വരുവാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആജ്ഞാപിക്കുകയാണ്. I command things might restore and come back. ശുശ്രൂഷകളുടെ മുഖച്ഛായ മാറേണ്ടതിന്, So that the face of ministry will change. ശുശ്രൂഷകന്മാരുടെ നേച്ചർ മാറേണ്ടതിന്, So that the nature of the ministers will change. ശുശ്രൂഷകൾ വിജയിക്കേണ്ടതിന്, So that ministries might be fruitful. ഇന്നൊരു ദൈവശക്തിയുടെ വ്യാപരിക്കട്ടെ. Today let the power of God manifest. ഇന്നൊരു ആത്മമഴയുടെ പെയ്തിറങ്ങട്ടെ. Let the spiritual rain come over this place. ആത്മാവിന്റെ ശക്തിയുടെ വെളിപ്പെടട്ടെ. Let the power of the Spirit be ദൈവ revealed. പ്രകാശം ഇവിടെ പ്രകാശിക്കട്ടെ. Let the light of God be delivered. മഹത്വത്തിന്റെ ദൈവം ഇവിടെ എഴുന്നേൽക്കട്ടെ. Let the God of glory arise. ഞാൻ ഈ ആശയത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. I need to read one more verse. യെശയ്യാവ് 41:15. Isaiah 41 verse 15. ഇതിനു വേണ്ടി യെശയ്യാവ് തയ്യാറാകുമ്പോൾ, When Isaiah is preparing himself for ഞാൻ this, നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കും. I will make thee a new sharp threshing instrument. യഹോവയുടെ ഭുജമാണ് ഉണരുന്നത്, It is the arm of God that is arising, പക്ഷേ അത് നിന്നിലാണ് വെളിപ്പെടുന്നത്. but it is being revealed in you. 41:15 ദയവായി വായിക്കാം. Can you read verse 15? ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. ഇതിലെ ഒന്നാമത്തെ വാക്ക് ഞാൻ എടുത്ത് പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഇന്നത് വീണ്ടും സ്ട്രെസ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പറയുന്നു. This first part I've preached over and over, but today the Holy Spirit is inspiring me to go over it again. ഇതാ ഞാൻ നിന്നെ പുതുതാക്കുന്നു. Behold, I will make thee new. ആ behold, ഇതാ എന്ന പദത്തിനായി സ്തോത്രം. I thank God for the word behold. കാലങ്ങൾക്ക് ശേഷം വരാനുള്ളതല്ല. It is not so that it will happen after ages. ഇതാ ഇപ്പോൾ സംഭവിക്കുന്നു. Yes, now behold, it is happening. കണ്ടുകൊള്ളുക, സംഭവിക്കുന്നു. See, it is happening. കണ്ടുകൊള്ളുക, സംഭവിക്കുന്നു. See, it is happening. ഇതാ ഞാൻ നിന്നെ പുതിയതാക്കുകയാണ്. I am making you new. പഴകിപ്പോയ ചില യേശുവിന്റെ നാമത്തിൽ പുതുമയിൽ വരട്ടെ. Let things that have become old, let it be renewed. ഇതാ ഞാൻ നിന്നെ പുതുക്കി I പണിയുകയാണ്. am making you new. ഇതാ ഞാൻ നിന്നെ പുതിയതും, I am making you new. ഇതാ ഞാൻ നിന്നെ മൂർച്ചയേറിയതും, I am making you sharp. ഇതാ ഞാൻ നിന്നെ പല്ലേറിയതുമായ For having many teeth. ഒരു മെതിവണ്ടിയാക്കി മാറ്റുകയാണ്. I am making you a threshing നീ instrument. കുന്നുകളെ നേരിടും, You will go against the നീ mountains. പർവ്വതങ്ങളെ നേരിടും. Go against the mountains. നീ അവിടെ നിന്നു പോകയില്ല, You will not stop നീ there. മുന്നേറിക്കൊണ്ടിരിക്കും. You will go forward. കുന്നുകൾ പൊടിഞ്ഞുകൊണ്ടിരിക്കും, The mountains will come down. പർവ്വതങ്ങൾ The താറുമാറായിക്കൊണ്ടിരിക്കും. mountains will be destroyed. മുൻപിൽ പർവ്വതമാണെങ്കിൽ If the mountain is ahead of നീ you, കടന്നു പോകുമ്പോൾ അത് സമഭൂമിയായിരിക്കും. when you go forward, it will become flat land. മുമ്പിലുള്ള മഹാപർവ്വതമേ, Oh, mountain that's standing against നീ you. ആര്? നീ സമഭൂമിയാണ്. Who are you? You will become flat land. കൃപയെ ആർപ്പോടെ ആണിക്കല്ല് കയറ്റുവാൻ Grace, grace, and we will drive in the land. നീ സമഭൂമിയായി മാറും. You will become a flat land. ഞാൻ നിന്നെ പൊടിക്കാൻ പോകുകയാണ്. I am going to thresh you കുന്നുകളെ പൊടിക്കേണ്ടതിന്, so that you might thresh the hills, പർവ്വതങ്ങളെ തകർക്കേണ്ടതിന്, so that you might destroy the എന്റെ mountain. ദൈവം എന്നെ മെതിവണ്ടിയാക്കിയെങ്കിൽ If God made me a threshing instrument, ഇതാ കാറ്റുകളെ പുറകെ വരിക, oh winds come after me, ചുഴലിക്കാറ്റ് എന്റെ പിൻപിൽ വരിക. oh whirlwinds follow ഞാൻ me, പൊടിക്കുന്ന കുന്നുകൾ പറന്നു മാറുവാൻ, so that the mountains I thresh will ആ pass, പൊടികളെ അറിയാതെ പറന്നു മാറുവാൻ. so that the places again that were not ആത്മാവിന്റെ കാറ്റെന്റെ പിൻപിൽ വീശട്ടെ. let the winds of the Spirit flow through me. ഇതാ ഞാൻ നിന്നെ പുതിയ മെതിവണ്ടിയാക്കി. I am making you a new and sharp threshing ആ instrument. കഴിഞ്ഞതൊക്കെ അങ്ങ് മാറി. Everything in the past has എന്റെ changed. കഴിഞ്ഞ അനുഭവങ്ങൾ മാറി. All my old has passed ആ away. വേദഭാഗം തുടങ്ങുന്നത് പുഴുവായ യാക്കോബെ കേൾക്കുക. The scripture starts, oh thou worm Jacob. ഞാൻ പണ്ടൊരു പുഴുവായിരുന്നു. Yes, I was a worm in the past. പുഴുവായിരുന്ന യാക്കോബെ Oh worm Jacob. ഇനി പുഴുവായി അങ്ങ് തുടരുകയില്ല. Now you will no longer continue as a worm. അങ്ങനെ മെതിവണ്ടിയാണ്. You are becoming a threshing ദൈവത്തിന് instrument. മെതിവണ്ടി ഉണ്ടാക്കണമെങ്കിൽ God wants to make a threshing ദൈവം instrument. സ്ത്രീരല്ല അന്വേഷിക്കുന്നത്, ഒരു പുഴുവിനെ
തന്നെയാണ്. God is not looking for steel, He's looking for the പക്ഷേ word. തന്റെ നാമം വിളിക്കപ്പെട്ട ഇസ്രായേൽ, But Israel, who has been called in His തന്റെ name, നാമം വിളിക്കപ്പെട്ട യാക്കോബ്, or Jacob, who has been called in His ആ name, പുഴുവിനെയാണ് ദൈവത്തിന് വേണ്ടത്. it is that word that God needs. ഞാൻ നിന്നെ മെതിവണ്ടിയാക്കും. I am making you a threshing നീ instrument. പല്ലേറിയതായിരിക്കും. You will become of many sharp നീ teeth. മൂർച്ചയേറിയതായിരിക്കും. You will be sharp. യേശുവിന്റെ നാമത്തിൽ മൂർച്ചയേറിയ പല്ലുള്ള മെതിവണ്ടികൾ ഇതിനകത്തുനിന്ന് രൂപം കൊള്ളട്ടെ. In the name of Jesus, let sharp threshing instruments form this place. പല്ലേറിയതായിരിക്കും. You will become of many teeth. അനേക കൃപാവരങ്ങളാൽ, You will have many gifts of the Spirit, വ്യത്യസ്ത ശുശ്രൂഷകളാൽ many ministries പ്രയോജനപ്പെടേണ്ട to be used പല്ലേറിയ മെതിവണ്ടി. as sharp teeth. ദൈവം ഒരിക്കലും ഒറ്റപ്പല്ലൻ മെതിവണ്ടി അന്വേഷിക്കാറില്ല. God never looks for a one-tooth instrument. പല്ലേറിയതായ മെതിവണ്ടി He looks for an instrument with many teeth വ്യത്യസ്ത ആംഗിളുകളിൽ പ്രയോജനപ്പെടുന്ന so that you can be used in different angles. പല്ലേറിയതായ മെതിവണ്ടികൾ An instrument with many teeth. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. In the name of Jesus, arise. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. In the name of Jesus, arise. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. In the name of Jesus, arise. യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. In the name of Jesus, arise. യേശുവിന്റെ നാമത്തില് In the name of Jesus. പുഴുവായ യാക്കോബേ, Oh, word Jacob. ഇസ്രായേൽ പരിശേ, Oh, men of Israel. പഴയ രൂപം മാറട്ടെ. Let your whole nature be പല്ലേറിയ changed മെതിവണ്ടി, to become a multitude teeth, മൂർച്ചയേറിയ മെതിവണ്ടി, to become a sharp instrument, കുന്നുകളെ തകർക്കുന്ന, to destroy the mountains, പർവ്വതങ്ങളെ പൊടിക്കുന്ന to destroy the hills, മെതിവണ്ടികളായി മാറുക. to become many instruments. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. കർത്താവേ, വ്യക്തികൾക്ക് ഒരു ചേഞ്ച് കൽപ്പിക്കുന്നതിനായി സ്തോത്രം. Lord, I thank you that you're commanding a change in individuals. ഇന്ന് പകൽ ചില വ്യക്തികളുടെ പേരെ ചേഞ്ച് ഉള്ളതിനായി സ്തോത്രം. Lord, I thank you that the change are on individuals. ചില കുടുംബങ്ങൾ ചേഞ്ച് ആകുന്നതിനായി സ്തോത്രം. I thank you, Lord, that families are being changed. ഇന്നൊരു ദൈവിക വിടുതൽ ചിലതിന്റെ മേൽ സംഭവിക്കുന്നതിനായി നന്ദി. I thank you that it's a divine deliverance on many people today. അത് ഭൗതിക മണ്ഡലത്തിൽ സംഭവിക്കട്ടെ, Let it happen in the physical realm. അത് ആത്മീയ മണ്ഡലത്തിൽ സംഭവിക്കട്ടെ, Let it happen in the spiritual അത് realm. സാമൂഹിക മണ്ഡലത്തിൽ സംഭവിക്കട്ടെ. Let it happen in the society. യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കാം. Let it happen in the name of Jesus. യേശുവിന്റെ നാമത്തിൽ, In the name of ആ Jesus. ബലമേറിയ നാമത്തിൽ, In the name of the mighty സകല name. നാമത്തിനും മേലായ നാമത്തിൽ, In the name above every name. സ്വർഗ്ഗോദരയും ഭൂലോദരയും അധോലോദരയും മുഴങ്ങാൻ മടങ്ങേണ്ട ആ ശ്രേഷ്ഠ നാമത്തിൽ, In the great name of Jesus, that every knee above the earth and on earth shall bow. ആ ചേഞ്ചുകൾ ഇന്ന് സംഭവിക്കട്ടെ. Let that change happen today. ഹല്ലേലൂയ. Hallelujah. കർത്താവേ, ഞങ്ങളെ പണിയുന്നതിനായി സ്തോത്രം. Lord, I thank you that you're building us. ചില ജനത്തെ ഒന്ന് പണിയുന്നതിനായി I സ്തോത്രം. thank you that you're building your people. ഞങ്ങളുടെ കണ്ണുകൾക്ക് നിസ്സാരമെന്ന് തോന്നുന്നതിനെ What we are thinking minute in our ഒരു eyes. ആത്മഭാഷയിൽ അത് പണിയുന്നതിനായി നന്ദി. We thank you that you're building in a spiritual realm. ഹല്ലേലൂയ. Hallelujah. വാക്കത്തികളെ വാളുകളാക്കി അടിച്ചു മാറ്റുന്നതിനായി സ്തോത്രം. I thank you that you're making the sickles to become swords. കർത്താവേ, ഇന്ന് പകൽ ദൈവം അത് ചെയ്യണമേ. Thank you, Lord, that you're doing it today. ഇന്ന് പകൽ ഞങ്ങളുടെ പണിശാലയിൽ അത് ആരംഭിക്കണമേ. Let it happen in your instrument place ഞങ്ങൾ today. ചില വാക്കത്തികളെ അകത്തോട്ട് വയ്ക്കുകയാണ്. We are putting some sickles inside. ചില വാളുകൾ പുറത്തു വരേണ്ടതിന് Let some swords come യേശുവിന്റെ forth. നാമത്തിൽ വാളുകൾ വെളിയിൽ വരട്ടെ. Let swords come forth. യഹോവയ്ക്ക് ഗിദെയോന് വേണ്ടി വാളം മാർക്കുവാൻ So that a sword for Gideon and the Lord shall be declared. ഒരു വിശുദ്ധ യുദ്ധത്തിന് തയ്യാറാകുവാൻ To be prepared for a holy war. യേശുവിൻ നാമത്തിൽ വാളുകൾ തയ്യാറാകട്ടെ. In the name of Jesus, let people be prepared. ഹല്ലേലൂയ. Hallelujah. എന്റെ ദൈവം അത് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. I thank you, Lord, that you're doing it today. ഞങ്ങളെ അങ്ങ് രൂപീകരിക്കുന്നതിനായി I സ്തോത്രം. thank you that you're forming us today. ശൂന്യമായ അവകാശങ്ങളെ അങ്ങ് പണിയണമേ. Build up the desolate heritages. തലമുറയായി ശൂന്യമായി കിടക്കുന്ന ചിലതിനെ Things that have been desolate for generations. നൂറ്റാണ്ടുകളായി പ്രയോജനമില്ലാതെ കിടക്കുന്ന ഇടത്തു നിന്ന് ചില പ്രയോജനമുള്ളത് വെളിയിൽ വരട്ടെ. Things that have been useless for generations, let it become useful. വയലുകൾ കൃഷിയാൽ നിറയട്ടെ. Let the farms be filled with the അത് harvest. വിളഞ്ഞ് ആടുകയും പാടുകയും ചെയ്യട്ടെ. Let it be a ripe harvest and let it dance യഹോവയ്ക്ക് around. മഹത്വം എന്ന് പറയുവാൻ, To say glory to നമ്മുടെ God. ദൈവത്തിന് സ്തുതി എന്ന് പറയുവാൻ, To say praise to our God. ഇന്ന് പകരം അതിന്റെ മേലൊരു ദൈവകൃപ പകരണമേ. Lord, give your grace over it. ഒരു മഹത്വം അങ്ങേക്കായിരിക്കും. All glory belongs to you. സകല മഹത്വവും അങ്ങേക്ക്. All glory belongs to ഞങ്ങൾ you. മഹത്വത്തിൽ യോഗ്യരല്ല. We are not worthy of your glory. അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. But we thank you that you're enabling us. മഹത്വം അങ്ങേക്കായിരിക്കും. All glory belongs to you. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. In the name of Jesus. Amen.
പ്രസംഗത്തിനും വചന ശുശ്രൂഷയ്ക്കും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. There is a difference between a message and a ministry. Ministering the word. ഇന്നൊരു വചന ശുശ്രൂഷയാണ് നടന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God that the ministry of the word that took place today. ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ വിഷൻസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. When I came here, I saw the visions that were written down. I really liked it. പരിശുദ്ധാത്മാവിൽ ഒരു ദൈവവേദനയുടെ അധികാരത്തെക്കുറിച്ച് പറയാൻ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നി. And the Holy Spirit inspired me to speak about the authority of the believer. എനിക്ക് പരിചയമുള്ള കുറേ വാക്യങ്ങൾ ഞാൻ ആ ഓർഡറിൽ എഴുതി വെച്ചു എന്ന് മാത്രം. These are verses that I knew. I just had to quickly jot it down. ദൈവം ഒരു ശുശ്രൂഷയാക്കി മാറ്റിയതുകൊണ്ട് കർത്താവിനെ I thank God that this is a ministry of the word. എനിക്ക് ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല. I do not think another message is needed today. ഇല്ലെങ്കിൽ നമുക്ക് കർത്താവിന്റെ തിരുമേശയിലേക്ക് പോകാം. We will go into the Lord's table. വളരെ ഗൗരവമായി തിരുമേശയെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. I have certain things to talk very seriously about the word of the Lord's table. The government of God within the church എന്നൊരു വിഷയം ഒരിക്കൽ തയ്യാറാക്കി. At one time I had prepared a message called the government of God. എതിർ ക്രിസ്തു ദൈവിക ഗവൺമെന്റിനെതിരെയാണ് നിൽക്കുന്നത്. Antichrist always stands against the government of God. എന്നാൽ എതിർ ക്രിസ്തുവിന് വിരോധമായി ക്രിസ്തുവിന്റെ ദൈവസഭയിലുണ്ട്. But there is an authority within the church that always opposes the Antichrist. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടതിന് ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാകാൻ ദൈവം എനിക്ക് കൃപ തന്നു. At one time God enabled me to prepare on that topic about the opposition. ഈ ആയുസ്സിൽ ഒറ്റ പ്രാവശ്യം അത് പ്രസംഗിച്ചിട്ടുള്ളൂ. ഫെബ്രുവരി മാസം 5-ാം തീയതി ബാംഗ്ലൂർ ചർച്ചിലാണ് പ്രസംഗിച്ചത്. I only preached it one time ever in my life. It was on February 5th in Bangalore church. എന്നാൽ ഇന്ന് അതിന്റെ ചില ഭാഗങ്ങൾ ഒന്നുകൂടെ തൊടാൻ ഞാൻ ആഗ്രഹിക്കുക. Today I desire to touch a few more things today. കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിലാണ് അത് പറയുന്നത്. I am talking on that subject related to the Lord's table. 1 കൊരിന്ത്യർ 23-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു വാക്യം in 1 Corinthians chapter 11 verse 23 onwards, there is a portion that the apostle says, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ what I have received of the Lord I give unto you. എവിടെയാണ് കർത്താവിങ്കിൽ നിന്ന് താൻ പ്രാപിച്ചത്? Where did he receive this from God? എന്നാണ് താൻ ഏൽപ്പിച്ചത്? Where did he submit himself? 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലാണ് താൻ ഏൽപ്പിക്കുന്നത്. It is in that same chapter that he surrenders to God. അത് എവിടെ വെച്ചാണ് പ്രാപിച്ചതെന്ന് താൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. He mentions where he received this from the Lord. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ താൻ ആ കാര്യം പറയുന്നുണ്ട്. He talks about it in 1 Corinthians chapter 12. ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നുണ്ട്. I knew a man in Christ. എനിക്ക് എന്നെ കുറിച്ച് പ്രശംസിക്കാൻ ഒന്നുമില്ല, എന്റെ ബലഹീനത മാത്രമേ പറയാനുള്ളൂ. There is nothing that I can boast about myself. I can only talk about my weaknesses. എന്നാൽ ക്രിസ്തുവിൽ ഒരുവനെ ഞാൻ അറിയുന്നു. But I know one in Christ. തന്നെ ഒരു അനുഭവമാണ് താൻ പറയുന്നത്. He is talking about himself and experience in Christ. മൂന്നാം സ്വർഗ്ഗത്തോട് എടുക്കപ്പെട്ടു. He was taken up to the third heaven. വെളിപ്പാടുകളുടെ ആധിക്യം എനിക്ക് ലഭിച്ചു എന്ന് താൻ പറഞ്ഞു. He says that he received the extent of the revelation of God. ആ ആധിക്യത്താൽ ഞാൻ നെഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെയും കൂടെ ദൈവം എനിക്ക് തന്നു. So that I might not start to boast about the extents of revelation I received, an angel of the enemy was also assigned. താൻ പറഞ്ഞു, ഒരിക്കൽ ഞാൻ മൂന്നാം സ്വർഗ്ഗത്തോളം പോയത്. Once I was taken up to the third heaven. മനുഷ്യർ ഉച്ചരിക്കാൻ പാടില്ലാത്ത വാക്കുകളെ ഞാൻ കേട്ടതാ. I heard words that cannot be pronounced by man. എനിക്ക് പറയാൻ ഇന്ന് നിവൃത്തിയില്ല. I cannot repeat those words. കേട്ട ഓർമ്മ എനിക്കുണ്ട്. But I remember hearing them. എന്നായിരുന്നു താൻ അങ്ങനെ പോയത്? When did he go like that? മൂന്നാം സ്വർഗ്ഗത്തോളം പോയത് എന്നാ? When did he go up to the third heaven? എന്തുകൊണ്ട് അത് ആവശ്യമായി വന്നു? Why was it necessary for him to do? ഏതായാലും അവിടെ വെച്ചാണ് കർത്താവിന്റെ തിരുമേശയെ കുറിച്ച് താൻ പ്രാപിച്ചത്. Either way, it is that place that he received of the Lord. അത് തന്നെയല്ല, ഒരുപാട് കാര്യങ്ങൾ താൻ അവിടുന്ന് പ്രാപിച്ചിട്ടുണ്ട്. It's not just one thing, but many things he received from the Lord. ഞാൻ ആ സാഹചര്യം ഒന്ന് തൊടട്ടെ. Can I touch on that situation? ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. In the Old Testament, God called Abraham and he put him apart. അബ്രഹാം കേവലം ജാതിയായി. Abraham was part of the Gentiles. തന്റെ അപ്പനും അമ്മയും ജാതികളായി. His father and mother were തന്റെ Gentiles. വിവാഹം ജാതികീയ രീതിയിലാണ് നടന്നത്. His marriage took place in a Gentile nature. തന്റെ ഭാര്യ ഒരു ജാതിയായിരുന്നു. His wife was also a Gentile. ദൈവവചനം അബ്രഹാമിന് കൈമാറുവാൻ ദൈവത്തിന് നിവൃത്തിയില്ലാതെ പോയി. God could not hand over his word to Abraham. ദൈവത്തിന്റെ സ്നേഹിതനാണ് അബ്രഹാം. Abraham was a friend of God. പക്ഷേ വേദപുസ്തകത്തിന്റെ ഒരു കോപ്പി തന്റെ കയ്യിൽ കൊടുക്കാൻ സാധിച്ചില്ല. But a copy of the Bible could not be handed over to Abraham. കാരണം തന്റെ പാരമ്പര്യങ്ങളെല്ലാം ജാതീയമായിരുന്നു. Because all his traditions were from the heathen. അതിന്റെ നടുവിൽ തൻ ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടു. He heard the voice of the living God in the middle of all of താൻ that. കേട്ട ശബ്ദത്തിന് വേണ്ടി തന്റെ പ്രതിർഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടു തന്നെ ഇറങ്ങി. He left his traditional homes and all his family when he heard that voice. എങ്കിലും തന്റെ വിവാഹപ്രായത്തിൽ പല പ്രമാണങ്ങളും തെറ്റി. But at the time of his marriage, all these traditions came back. ദൈവത്തിന് തന്റെ കൽപ്പനകൾ
അബ്രഹാമിന്റെ കയ്യിൽ കൊടുക്കാൻ കഴിയാതെ പോയി. God was not able to give his covenant to Abraham. ഇസഹാക്ക് ഒരു ജാതിയായിരുന്നു. Isaac was also a Gentile. അദ്ദേഹത്തിന്റെ വിവാഹവും ജാതികീയ മര്യാദയിൽ നടന്നു. His marriage was also done in a heathen way. യാക്കോബ് ഒരു ജാതികീയ മര്യാദയിൽ ജീവിച്ചു. Jacob lived in a heathen way. ജാതികീയ രീതിയിൽ തന്റെ വിവാഹം നടന്നു. His marriage also took place in a heathen way. കാലങ്ങൾക്കപ്പുറത്ത് മോശയുടെ സമയമായി. And after some time it became the time of Moses. ഓരോ തലമുറയും റിഫൈൻ ചെയ്തുകൊണ്ടിരുന്നു. Each and every generation God was refining. മോശയുടെ തലമുറയായപ്പോഴത്തേക്ക് അവരെ വിശുദ്ധ ജനമെന്ന് വിളിക്കാറായി. By the time of Moses, God was calling his people a holy nation. ദൈവിക തീയിൽ മോശയെ ഒന്ന് ഉരുക്കി ശോധന ചെയ്ത് ശുദ്ധീകരിക്കുവാൻ ദൈവം തീരുമാനിച്ചു. God purified Moses in his own fire and he made him pure. എന്നിട്ട് മോശയുടെ കയ്യിലേക്ക് ദൈവിക സത്യങ്ങൾ കൈമാറുവാൻ തീരുമാനിച്ചു. And then God decided to hand over the covenant to Moses. അതിനുവേണ്ടി ദൈവം മോശയെ ഒരു പർവ്വതമുകളിലേക്ക് വിളിച്ചു. So God called Moses to the top of a mount. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ തൊട്ടതുപോലെ സാധാരണമായ ഒരു അന്തരീക്ഷത്തിൽ വെച്ച് വലിയ ദൈവിക ആജ്ഞകൾ കൈമാറുവാൻ സാധ്യമല്ല. Just like I mentioned yesterday, in an ordinary atmosphere, God cannot hand over the extraordinary. അതുകൊണ്ട് മോശയെ പർവ്വതമുകളിലേക്ക് വിളിച്ചു. So God called Moses on top of the mount. ആവർത്തന പുസ്തകം പറയുന്നത് പാരാനിൽ നിന്ന് ദൈവം വിളങ്ങി. The book of Deuteronomy says the journey started from Aram. കത്തുന്ന ഒരു അഗ്നി പാരാൻ പർവ്വതത്തിൽ വെളിപ്പെട്ടു. There was a great fire that was kindled on the Mount Aram. താഴ്വരയിൽ നിന്ന് നോക്കുന്നവർ മുകളിൽ തീ കത്തുന്നുവെന്ന് മാത്രം പറഞ്ഞു. People who looked from the valley could see the fire. They could describe it. മുഴുവനും കുലുങ്ങുവാൻ തുടങ്ങി. The whole mountain started to shake. ദൈവത്തിന്റെ അക്ഷരീക സാന്നിധ്യം ഇവിടെ ഉണ്ടായി. The literal presence of God was there. നമ്മൾ സത്യത്തിലെ അവസ്ഥ ആ സാഹചര്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ When we study that situation, ദൈവം തന്റെ ദൂതന്മാരുമായി അവിടേക്ക് ഇറങ്ങി വന്നു. God came down with his angels. ഇതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറഞ്ഞത് ദൂതന്മാർ മുഖേന അരുളി ചെയ്ത വചനം. That is why in the New Testament it said the word that God gave through his angels. പഴയ നിയമം പഠിക്കുമ്പോൾ യഹോവയാം ദൈവമാണ് വചനം അരുളി ചെയ്തത്. In the Old Testament when we learn it's God the Father that gave the word. പഴയ നിയമത്തിൽ യഹോവ തന്റെ കൈകൊണ്ട് വചനം എഴുതി കൊടുക്കുകയായിരുന്നു. In the Old Testament God wrote with his hand and he handed over the covenant. എന്നാൽ പുതിയ നിയമത്തിൽ ദൂതന്മാർ മുഖേന അരുളി ചെയ്ത വചനം എന്ന് എഴുതിയിട്ടുണ്ട്. But in the New Testament God used his angels to hand over the word. അവിടെ ഓടേൻ എന്ന പദമാണ് വചനം അരുളി ചെയ്തത്. ദൂതന്മാർ മുഖേന ഓടേൻ ചെയ്ത വചനമെന്നാണ് പുതിയ നിയമം പറയുന്നത്. It is the New Testament the word ordained is used. He ordained the word through his angels. എന്ന് പറഞ്ഞാൽ ദൈവികമായ പാറ്റേണുകൾ ദൂതന്മാർ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. That means the angels were showing the divine patterns too. ഇന്ന് എനിക്കത് വിശദീകരിക്കാൻ നിവൃത്തിയില്ല. Today I cannot describe it more. ദൈവത്തിന്റെ പാറ്റേൺ എന്താണ് എന്ന് ദൂതന്മാർ വിശദീകരിച്ചുകൊണ്ടിരുന്നു. Angels were describing what the patterns of God was. മോശയും തന്റെ അന്തരീക്ഷവും 40 രാപകലുകൾ ഒരുപോലെ ദൈവം മാറ്റി. God put apart Moses for 40 days and nights. കത്തുന്ന ആത്മാവിന്റെ തീയിൽ 40 രാപകലുകൾ ദൈവം മോശയെ ഇരുത്തി. He sat in the presence of the Spirit of God where the fire was kindled. ആ 40 ദിവസം കൊണ്ട് താൻ ആകപ്പാടെ മാറി. In those 40 days he was totally changed. അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് വരുന്ന മോശയുടെ മുഖത്ത് നോക്കുവാൻ ഇസ്രായേലിന് കഴിയാതെയായി. When he came down from the mount, the Israelites could not look at his face തന്റെ anymore. അക്ഷരീക മുഖം പ്രകാശിക്കത്തക്കവണ്ണം ദൈവ സാന്നിധ്യം അത്രത്തോളം വലുതായി. That means literally his face was shining bright. People could not look ആ at him. സാഹചര്യത്തിലാണ് 10 കൽപ്പനകൾ ദൈവം മോശയ്ക്ക് കൈമാറുന്നത്. It is in that situation that God gives the 10 commandments to ദൈവിക him. കൽപ്പനകളും ദൈവിക അരുളപ്പാടുകളും സാധാരണ അന്തരീക്ഷത്തിൽ കൈമാറാവുന്നതല്ല. God cannot give his covenant and his commandments in a very ordinary atmosphere. പഴയ നിയമം മുഴുവനും ആ കൽപ്പനകളുമായി അവർ കഴിഞ്ഞുകൂടി. In the entire Old Testament they survived using those commandments. പുതിയ നിയമത്തിൽ അതിനേക്കാൾ കവിഞ്ഞ കൽപ്പനകൾ സഭയ്ക്ക് നൽകണം. But in the New Testament even more covenant was needed to be given to them. ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഒരുപാട് കൽപ്പനകൾ താൻ ഇവിടെ തന്നു. God gave his son to this earth and he handed over many covenants. എന്നാൽ അതിനേക്കാൾ ഉന്നതമായ കൽപ്പനകൾ ചിലതും കൂടെ ഏൽപ്പിക്കേണ്ടതായി വന്നു. But there were higher commandments that he needed to hand ആ over. കൽപ്പന ആരുടെ കയ്യിൽ ഏൽപ്പിക്കും? Who can he give those commandments പഴയ to? നിയമത്തിന്റെ കൽപ്പനകൾ മനസ്സിലാക്കുവാൻ മിസ്രയീമിലെ സകല വിദ്യയിലും നിപുണനായിരുന്ന മോശയുണ്ടായിരുന്നു. In the Old Testament Moses who was very knowledgeable in all arts and education, he was there to interpret the covenants. സാധാരണക്കാരനോട് പറഞ്ഞാൽ അവൻ അതിന്റെ അർത്ഥം മനസ്സിലായില്ലെന്ന് വരാം. The ordinary one could not understand or explain the meaning. പുതിയ നിയമത്തിൽ ഈ കൽപ്പന ആർക്ക് കൈമാറും? But in the New Testament who could be given these commandments? അതിനുവേണ്ടി ദൈവം ഒരു പൗലോസിനെ തിരഞ്ഞെടുത്തു. God chose Paul, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവൻ, the one who sat at the feet of Gamaliel and learned, വിദ്യ ബാഹുല്യത്താൽ ഭ്രാന്തനായി എന്ന് രാജാക്കന്മാർ വരെ സംശയിച്ചവൻ, the one who kings doubted whether he was mad because of the extent of his knowledge, ആ തലമുറയിലെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവൻ, the one who had the highest education in that generation. പരീശന്മാരിൽ നിന്ന് ജനിച്ച പരീശൻ, He was
was a Pharisee born from Pharisees. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനായി തെളിയിച്ചവൻ. He was proven in the law by a Pharisee. ഇവന്റെ എബ്രായ പാരമ്പര്യത്തിനപ്പുറത്ത് റോമൻ പൗരത്വം ജനനാൽ പ്രാപിച്ചവൻ. Beyond the traditions of the Jew, he received the citizenship of the Roman Empire by birth. ലോകപ്രകാരം വിശ്വസ്തനും ലോകപ്രകാരം വിദ്യാഭ്യാസമുള്ളവനും. He was faithful according to the world nature, and he was educated. വചനത്തിൽ പ്രാഗൽഭ്യമുള്ളവൻ. He had knowledge in the word. ഇനി എനിക്ക് വേണ്ടത് ആത്മാവിന്റെ ബന്ധമാണ്. Now he needed a relationship with the Spirit. ആ പൗലോസിന് വേണ്ടി കുറെ ദൂതന്മാരുമായി ഭൂമിയിലേക്ക് യഹോവയാം ദൈവം വരാതെ. God the Father came down with the angels too. He did not come to പൗലോസിന്റെ അടുക്കലേക്ക് ദൂതന്മാരുമായി ദൈവം ഇറങ്ങി വരാതെ. God did not come down with his angels to Paul. പൗലോസിനെ സ്വർഗ്ഗത്തിലേക്ക് അത് വിളിക്കുകയായിരുന്നു. But he took up Paul to the third heaven. ഇവിടെ വന്ന് ചില ദിവസങ്ങൾ താമസിക്കുക. Come up here and dwell here. മൂന്നാം സ്വർഗ്ഗത്തിൽ എത്ര നാൾ ഉണ്ടായിരുന്നെന്ന് ബൈബിൾ പറയുന്നില്ല. The Bible does not mention how many days he spent in the third heaven. 40 ദിവസമാണോ 80 ദിവസമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. 1 day, 40 days or 80 days, I do not know. ഒരു കാലഘട്ടം സ്വർഗ്ഗത്തിൽ കൊണ്ട് ഇരുത്തി. But for a period he was up there in heaven. അവിടെ ഉണ്ടായിരുന്ന പുതിയ അന്തരീക്ഷത്തിൽ ഇരുത്തി. He was made to sit in that new atmosphere. മോശെ ഒരിക്കലും മനുഷ്യൻ ഉച്ചരിച്ചു കൂടാത്തതൊന്നും കേട്ടിട്ടില്ല. Moses never heard words that cannot be pronounced by man. പക്ഷെങ്കിൽ പൗലോസ് മനുഷ്യൻ ഉച്ചരിച്ചു കൂടാത്തത് കേട്ടു. But Paul heard words that could not be pronounced by man. ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു. He was in a situation that cannot be imagined by man. മോശ ശരീരത്തിലായിരുന്നുവെന്ന് മോശയ്ക്ക് അറിയാം. Moses knows that he was in the flesh. പക്ഷേ പൗലോസ് ശരീരത്തിലായിരുന്നു അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But I do not know whether Paul was in the flesh or not. അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ട് കുറച്ച് നാളുകൾ ഇരുത്തി. But he was dwelling in that situation for a period. ആ ദൈവിക അന്തരീക്ഷത്തിൽ തിരുവചനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എനിക്ക് കൈമാറി. And in that atmosphere he was given portions of the covenant. പൗലോസിന്റെ പല വാചകങ്ങളും ഗൗരവമാണ്. The words of Paul is very important. ചർച്ചിന്റെ ഗവൺമെന്റ് പൗലോസാണ് എഴുതുന്നത്. Paul wrote the government of the church. തീമോഥെയോസേ ജീവനുള്ള ദൈവത്തിന്റെ സഭയാം ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടത് ഞാൻ എഴുതുകയാണ്. He's writing to Timothy that I'm writing to you that you might write that you might walk in all righteousness. ദൈവത്തിന് അയോഗ്യമായി സഭയിൽ നടന്നാൽ നീ ശിക്ഷിക്കപ്പെടും. If you walk in the church in an unworthy manner, you will be punished. നമുക്കറിയാം അന്തിക്രിസ്തു സഭയുടെ ഭരണം തട്ടിപ്പറിക്കുവാൻ വരുമ്പോൾ, you know, Antichrist when he comes to take the governance of the church forcefully, വ്യാജമായ പല പ്രവാചകന്മാരെയും എതിർ ക്രിസ്തു എഴുന്നേൽപ്പിക്കും. The Antichrist will raise many false prophets. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, that is why Paul says, നിങ്ങളിൽ ഒരുവൻ പ്രവാചകനെന്ന് തോന്നുന്നെങ്കിൽ ഞാൻ ദൈവത്തിന്റെ കൽപ്പനയാണ് പറയുന്നത്. if one of you thinks of you as a prophet, I am talking the word of God. ആരെങ്കിലും ഒരുവൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ദൈവസഭയ്ക്കില്ല എന്ന് ഓർക്കട്ടെ. If anyone tries to debate, remember that does not exist in the church. ദൈവസഭയ്ക്ക് ദൈവത്തിന്റേതായ ഒരു ഗവൺമെന്റ് ഉണ്ട്. The church of God has a government of God. ആ ദൈവിക ഭരണത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നിവിടെ ഇരിക്കുന്ന കർത്താവിന്റെ തിരുമേശ. It is part of the governance of God that the Lord's table is. ഇതിനെ അയോഗ്യമായി കാണുന്നവരുണ്ട്. There are people who look at it unworthily. നിസ്സാരമായി കാണുന്നവരുണ്ട്. There are people who take it very lightly. ഒരിക്കലും അത് പാടില്ല എന്ന് തിരുവചനം പറയുന്നു. God says that we should never do that. കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ, what I received of the Lord I also give unto you. കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ താൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. The same night in which the Lord Jesus was betrayed, he took bread and he prayed and gave thanks. നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന നിങ്ങളുടെ ശരീരത്തിന്റെ ഓർമ്മയാണ് എന്ന് അവരോട് പറഞ്ഞു. Take, eat, this is my body which is broken for you. നമ്മൾ ഇന്ന് വാഴ്ത്തുവാൻ പോകുന്ന അപ്പം വെറും ഗോതമ്പപ്പമാണ്. The bread that we're going to break is just wheat bread. പക്ഷേ നാം അത് വാഴ്ത്തി കഴിഞ്ഞാൽ, but once we give thanks for it, യേശുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയാണ്. it will become a remembrance of the body of Christ. അല്ലാതെ ഈ മേശമേൽ വന്നു കഴിയുമ്പോൾ യേശുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയായി. when it comes on the table, it becomes the remembrance of the body of Christ. അതുപോലെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രം എടുത്തു. Just in the same manner, he also took up the cup after supper. നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിൽ പുതിയ നിയമമാണ്. This is the cup of the New Testament in my blood. എന്റെ രക്തത്തിന്റെ ഓർമ്മയാണ്. It is the remembrance of my blood. ഈ മേശമേൽ വീഞ്ഞ് കൊണ്ട് വെച്ചപ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ ഓർമ്മയായി മാറി. When this wine was put on the table, it became the remembrance of the blood of Jesus. യേശുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ഓർമ്മയാണ് ഇന്ന് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നതായ ഈ തിരുമേശ. What sits before us, this holy table, that is the remembrance of the body and the blood of Jesus. ആകയാൽ പലതും ശോധന ചെയ്തു വേണം ഇതിൽ നിന്ന് ഭക്ഷിക്കേണ്ടത്. So
we need to search ourselves before we partake. ഒന്ന് സ്വന്തം ശരീരങ്ങളെ ശോധന ചെയ്യണം. One thing we need to search our bodies. രണ്ട് സ്വന്തം ജീവിതത്തെ ശോധന ചെയ്യണം. Second thing, we need to discern our own life. രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞു തന്നെത്താൻ ശോധന ചെയ്യണം. And together it is said we need to discern ourselves. മാത്രമല്ല ഇത് എന്തിനു വേണ്ടിയാണ് നാം ചെയ്യുന്നത്? Why do we do this? ഒന്ന് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കൂട്ടാളികളാകേണ്ടതിന് നാം ഇത് ചെയ്യുന്നു. Number one, we do it to become partakers of his suffering. യേശുവിന്റെ ശരീരത്തിന്റെ കൂട്ടാളിയാണ്. To become partakers of his body. ഇനി ഒരിക്കൽ യേശു മടങ്ങി വരുമ്പോൾ തന്നോടുകൂടെ ഒരുമിച്ച് ഞാൻ പന്തിക്കിരിക്കും. And when Jesus comes back, I will sit with him at the banquet. യേശു ഈ ഭൂമിയിൽ കഷ്ടം അനുഭവിച്ചതുപോലെ ഞാൻ ഈ ഭൂമിയിൽ കഷ്ടം സഹിക്കാൻ മടിക്കയില്ല. Just like Jesus suffered on this earth, I will not hesitate to suffer for him. അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്തവന്റെ അടുക്കൽ ചെല്ലുവാൻ ഞാൻ മടിക്കയില്ല. I will not hesitate to carry the reproach of Christ and take it outside the tent. ഇന്ന് പകൽക്കാലം നമ്മുടെ തീരുമാനങ്ങൾ ഉയർത്തുന്ന ഇടമാണ് യേശുവിന്റെ കാൽവരി അഥവാ യേശുവിന്റെ കർത്താവിന്റെ തിരുമേശ. The Lord's table at the foot of Calvary is the place where we renew our dedication. ഇന്ന് ഈ കർത്തൃമേശയുടെ മുമ്പിൽ നാം നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. Let us submit ourselves before this holy table. യേശു അപ്പം തൃക്കരങ്ങളിൽ എടുത്ത് വാഴ്ത്തി നുറുക്കി. Jesus took up the bread and he gave thanks. നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. This is the body, this is my body, take of it in remembrance of me. അയോഗ്യമായി ആരെങ്കിലും ഇതിൽ നിന്ന് ഭക്ഷിച്ചാൽ അവന് യേശുവിന്റെ ശരീരം സംബന്ധിച്ച് കുറ്റക്കാരനാകും. Whosoever shall eat this bread or drink this cup unworthily shall be guilty of the body and the blood of the Lord. അയോഗ്യമായി ഈ പാനപാത്രത്തിൽ നിന്ന് ആരെങ്കിലും കുടിച്ചാൽ അവര് യേശുവിന്റെ രക്തം സംബന്ധിച്ച് കുറ്റക്കാരാകും. If anybody drinks of this cup unworthily shall be guilty of the blood of the Lord. അങ്ങനെ അനേകരും ബലഹീനരും രോഗികളുമാകും. Just in a similar manner, many are weak and have fallen asleep. ചിലർ വേഗത്തിൽ നിദ്ര കൊള്ളും. And many will fall asleep. എങ്കിൽ ഞാൻ അതിന്റെ മറുവശം കൂടെ തൊടട്ടെ. Let me also touch the other side. യോഗ്യമായി ഈ മേശയിൽ നിന്ന് പങ്കെടുക്കുന്നുവെങ്കിൽ those who partake of the table in a worthy manner, അവർ ബലപ്പെടേണ്ടേ മതിയാകുള്ളൂ. they have to be strengthened. അയോഗ്യമായി പങ്കെടുക്കുന്നവർ ബലഹീനരാകുമെങ്കിൽ if those who take of it unworthily are weakened, യോഗ്യരായി പങ്കെടുക്കുന്നവർ ബലവാന്മാരാകണം. those who take of it in a worthy manner have to be strengthened. അയോഗ്യമായി പങ്കെടുക്കുന്നവർ രോഗികളാകുമെങ്കിൽ if those who take of it unworthily become sick, യോഗ്യമായി പങ്കെടുക്കുന്നവരുടെ മേൽ രോഗശാന്തി വ്യാപിക്കും. those who take of it in a worthy manner have to become healed. അയോഗ്യമായി പങ്കെടുക്കുന്നവർ അകാല മരണത്തിന് ഇരയാകുമെങ്കിൽ if those who take of unworthily fall asleep early, യോഗ്യമായി പങ്കെടുക്കുന്നവർ ദീർഘായുസ്സിന് അംശികളാകണം. those who partake of it in a worthy manner have to have long life. എന്താണ് കർത്താവിന്റെ തിരുമേശ എടുക്കേണ്ടതിനുള്ള യോഗ്യത? what is the requirement for me to take the table of the Lord? ഏറ്റവും താണത് അവർ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചവരാകണം. at the very least they should have accepted Jesus as their savior. അവരുടെ വിശ്വാസം വാഗൊണ്ട് ഏറ്റുപറഞ്ഞവരാകണം. Number 2, they should have confessed their faith through their mouth. 3, വിശ്വാസത്താൽ സ്നാനം സ്വീകരിച്ചവരാകണം. Number 3, they have to be baptized in faith. നമ്മുടെ ഭാഷയിൽ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരുമാകണം. In our language, they have to be saved and baptized. അടുത്തത് അവർ ദൈവകൃപയിൽ ജീവിക്കുന്നവരാകണം. The next is that they should live in the grace of God. വിശ്വാസം എന്ന ആത്മാവിന്റെ പ്രമാണം കൈക്കൊള്ളുന്നവരാകണം. They should be ones who follow the principles of the faith covenant. ദൈവത്തോട് മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി സൂക്ഷിക്കുന്നവരാകണം. They should have a conscience that is at peace with man and with God. നമ്മൾ ഒരു മിനിമം സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നത് അവിടെയാണ്. That is where we declare the minimum standard. അതിലുപരി ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവരാകണം. And beyond that, living close to God. നാൾതോറും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ്. The one who pleases God daily. ഇന്ന് പകലായി യോഗ്യതയുള്ള എല്ലാവർക്കും ഇതിൽ നിന്ന് പങ്കെടുക്കാം. Today morning, everyone who has these requirements can partake of the table of God. യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചവർ, those who accepted Jesus as their savior, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ചവർ, those who have been baptized in the name of the Father, the Son, and the Holy Spirit, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി, those who keep a conscience clear with man and with God, രഹസ്യവും പരസ്യവുമായ ലഹരിയുടെ പ്രമാണങ്ങളിൽ നിന്ന് അകന്നവർ, those who keep themselves away from all the world's principles, ലോകത്തിന്റെ മോഹങ്ങൾ വിട്ട് ഓടിയവർ, those who run away from the lust of the world. ഇന്ന് പകരം അങ്ങനെയുള്ളവരാണ് ഈ തിരുമേശയിൽ നിന്ന് പങ്കെടുക്കേണ്ടത്. It is such that can partake of the table of the Lord. അല്ലാത്തവരാരെങ്കിലും നമ്മുടെ നടുവിലുള്ളവർ കുഞ്ഞുങ്ങളുണ്ടെന്ന് എനിക്കറിയാം. If there is anyone who does not meet these requirements, I know some of the children are too young for it. അവർ നിർബന്ധമായി ഈ മേശയിൽ നിന്ന് പങ്കെടുക്കരുത് എന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കുന്നു. I compel you not to partake of the Lord's table. തുടർന്ന് കർത്താവിന്റെ തിരുമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. Let us go to the Lord's table. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താം.
Can we submit ourselves in front of God? നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ശോധന ചെയ്യാം. Let's start to discern ourselves in front of കർത്താവ്, God. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. Lord God Almighty, we thank you. ഇന്ന് പകൽ ഈ ശുശ്രൂഷയിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. We thank you for the opportunity you gave us to this ministry. അങ്ങയുടെ മഹത്വമുള്ള മേശയിൽ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. We thank you for giving us the privilege to minister at the Lord's table. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശക്തീകരിക്കണമേ. Lord, strengthen us today. ഇതിൽ നിന്ന് പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അങ്ങ് കഴുകണമേ. Cleanse each and every one person who's partaking. ശുശ്രൂഷിക്കുവാൻ ഒരുങ്ങുന്ന അടിയനെ അങ്ങ് ശുദ്ധീകരിക്കണേ. Cleanse me, Lord, who's getting ready to minister. അവിടുത്തെ ചങ്കിലെ രക്തത്താൽ അടിയനെ ഒന്നുകൂടെ കഴുകണമേ. Cleanse me with your blood one more time. എല്ലാ പാപവശങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കണമേ. Cleanse me from all parts of the sin. അങ്ങയുടെ ചങ്കിൽ നിന്ന് ഒഴുകിയ വെള്ളത്താൽ ശുദ്ധീകരിക്കണമേ. Cover me with the blood and the water that flew from you. ഇന്ന് രാവിലെ ഒന്നുകൂടെ ശുദ്ധീകരിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കണമേ. Cleanse me one more time, Lord, and prepare me for ഈ ministry. മേശയിൽ നിന്ന് എടുത്ത് സെർവ് ചെയ്യുന്ന ഞങ്ങളുടെ ദാസന്മാരെ ദൈവകരങ്ങളിൽ തരുന്നു. I submit the servants of God who are going to help me with the ministry. അവരെയും പ്രത്യേകിച്ച് കഴുകണമേ. Cleanse them, Lord. ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. We cannot see God without a pure heart. യേശുവിന്റെ ചങ്കിലെ ചോരയാലും വെള്ളത്താലും ഞങ്ങളെ ശുദ്ധീകരിക്കണേ. Cleanse me with your blood and with your water. ചേർന്ന് പങ്കെടുക്കുന്ന ഓരോരുത്തരെ കഴുകണമേ. Wash each and every person. ഓരോരുത്തരെ ശുദ്ധീകരിക്കണമേ. Cleanse each and every person. കഴിഞ്ഞ ഒരാഴ്ചത്തെ, കഴിഞ്ഞ ഒരു മാസത്തെ, കഴിഞ്ഞ ദിവസങ്ങളിലെ ജീവിത ശൈലികളിൽ വന്ന പ്രശ്നങ്ങൾ ദൂരീകരിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. All problems, all sins that came across in the past days, in the past weeks, in the past month, please forgive us, Lord. ശുദ്ധീകരിക്കപ്പെട്ട് മേശയിൽ നിന്ന് പങ്കെടുക്കട്ടെ. Let us partake of it in a cleansed manner. യേശുവേ, ഞങ്ങളെ കഴുകിയാലും, Lord, wash me. ഞങ്ങളെ ശുദ്ധീകരിച്ചാലും, Wash us, Lord. അങ്ങ് ഞങ്ങളെ ശുദ്ധിമാന്മാരെന്ന് എന്ന് പ്രഖ്യാപിക്കണമേ. Lord, declare us as a cleansed people. അങ്ങനെ ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. We believe that you have done it. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. In the name of Jesus. ആമേൻ. Amen.